ഡിയേഴ്സ് എല്ലാവർക്കും സുഖല്ലേ. അപ്പോൾ ദേ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറുതായി ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. എന്നെയും വാവേണ്ടി ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു 1.5 മാസത്തിൻ്റെ ചെക്കപ്പിനാട്ടോ പോകുന്നത്. ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് പുറത്ത് നല്ല മഴയായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു എന്ന് ഞങ്ങളിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ പൊതുവേ ഞങ്ങൾക്ക് മഴ പെയ്യുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ സീറ്റിൻ്റെ ബാക്കിലിരുന്ന് ഇങ്ങനെ ഉണർന്നിരിക്കുക കേട്ടോ. അവന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇതേ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഏട്ടൻ ദേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഞാൻ നേരെ കൗണ്ടറിലെത്തിയിട്ട് നമ്മൾ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റലിൽ അന്ന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. മഴ കാരണത്താൽ ഇങ്ങനെ അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തോന്നുന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതേ ഞാൻ ഷീല മാമിൻ്റെ OPയിൽ എത്തിയിട്ട് ഞാൻ ഷീല മാമിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ OPയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്ടായിരുന്നത്. ലാസ്റ്റ് ഇതേ ഞാൻ ഷീല മാമിനെ കാണിച്ചു. എൻ്റെ ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ വാവേൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ. വാവ അപ്പോഴും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവൻ നല്ല ഉറങ്ങായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളിതേ വാവേൻ്റെ പീഡിയാട്രീഷ്യനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. വാവ അപ്പോഴും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ആശ്വസിച്ചു. വാവ കരയുന്നില്ലല്ലോ എന്ന്. ഇതേ കുറച്ച് സമയത്തിന് ശേഷം വാവയുടെ ക്ഷമയൊക്കെ കേട്ടു. കാരണം നമ്മൾ കുറേ നേരമായിട്ട് OPയിലിരിക്കുന്നു. 1.5-2 മണിക്കൂറൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ OPയിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ അതിനുശേഷം വാവ ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളിത് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവനെ ഫീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതേ വാവേനെ എടുത്തിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ. ഒരു നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് നേരത്തെ തന്നെ കാണിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഫീഡ് ചെയ്ത് വന്നതിന് ശേഷം അങ്ങനെ കണ്ണും തോന്നി ഇങ്ങനെ എല്ലാവടെയും നോക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുമ്പോൾ വാവ അങ്ങനെ ഉണർന്നിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ 2 പ്രാവശ്യം വന്നപ്പോഴും വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വാവ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നതേ ഇങ്ങനെ കണ്ണൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതെങ്ങനെ അവനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതേ വാക്സിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വാവയ്ക്ക് ചെറിയ ടെമ്പറേച്ചർ ഉള്ള കാരണം ഇന്ന് വാക്സിനേഷൻ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മളിതേ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടോ. അപ്പോഴേക്കും സമയം 3:30-4 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ OPയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത കാരണമായിട്ടോ അങ്ങനെ ലേറ്റ് ആയത്. അതിനുശേഷം ഞങ്ങളിതേ നേരെ ഹോട്ടലിലെത്തി. ഇന്ന് ചെറിയൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട്. നമ്മുടെ വാവ ആദ്യമായിട്ട് ഈ ഹോട്ടലിലേക്ക് വരും. അതായത് ആദ്യമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറക്കിയതാട്ടോ. ഇതുവരെ നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിതേ അപ്പോൾ ഞങ്ങളിതേ സൈഡിലെ സീറ്റിൽ അവനിങ്ങനെ കിടത്തിയിട്ടോ. അവനിങ്ങനെ ഉറക്കമായിരുന്നു. അപ്പോൾ അവനിങ്ങനെ കിടത്തിയതാണ്. വാവ നല്ല ഉറക്കമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഓൻ എഴുന്നേൽക്കുന്നത്. കാരണം ഓൻ അങ്ങനെ കിടത്തുന്ന ഓന് ഇഷ്ടമല്ല കേട്ടോ. നമ്മളിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓനിഷ്ടം. ദേ അല്പസമയത്തിനുള്ളിൽ വാവ ദേ ഉണർന്നിരിക്കുകയാണ്. ഏട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് താരാട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഈ പുറത്തെ ഇതൊന്നും അത്രയ്ക്ക് ശരിയാവുന്നില്ല കേട്ടോ. കാരണം ഫസ്റ്റ് ടൈം അല്ലേ അവൻ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അവനിങ്ങനെ കിടക്കുന്നൊന്നും അത്ര ഇതാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ചെറിയതായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അവൻ വീണ്ടും ഉറങ്ങി. നമ്മളിതേ സൈഡിലേക്ക് അവനെ കിടത്തിയതിന് ശേഷം നമ്മളിതേ ഫുഡ് അടിക്കാറ്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഫുഡ് വന്നു. നമ്മൾ മന്തി ആട്ടോ ഓർഡർ ചെയ്ത്. കാരണം ഞാൻ മന്തി പ്രഗ്നൻസി ടൈമിലാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹോട്ടൽ ഫുഡ് അതിന് ശേഷം ഒഴിവാക്കിയായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നാണ് നമ്മൾ ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇതേ ഞങ്ങൾ മന്തി എല്ലാവരും കൂടിയും കഴിച്ചു കേട്ടോ. കാരണം നല്ല വിശപ്പുള്ള കാരണം ഞങ്ങളിതേ വേഗം ഫുഡൊക്കെ അടിച്ച് തീർത്തു കേട്ടോ. കാരണം നമ്മുടെ വാവ എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്ക് ഫുഡൊക്കെ വേഗം കഴിച്ച് തീർക്കേണ്ട കേട്ടോ. ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളിതേ 3 മിനിറ്റിലേയും ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മോർണിംഗ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം OPയിൽ ബുക്ക് ചെയ്ത ടൈം ലേറ്റ് ആവുമെന്ന് പേടിച്ചിട്ട് നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഇതേ ഞങ്ങൾ ഫുഡൊക്കെ ഫുൾ ഫിനിഷ് ആക്കിയിട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ നേരെ ഹോട്ടലിൻ്റെ മുന്നിലേക്ക് നടന്നു. അപ്പോൾ അവിടെ ഒരു അക്വേറിയം കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതേ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടോ. കണ്ടോ അവിടെ ഇങ്ങനെ പലതരം മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു നല്ല പെരും മഴയായിരിക്കും പുറത്തുനിന്ന്. പക്ഷേ ഒരു മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ചാർന്നുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങളിതേ നേരെ കാറിൽ കയറി ഇനി വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ.